ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജോജു ജോർജും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ തിയേറ്ററിൽ സക്സസ് ആവുമോ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ്. കാരണം സിനിമയ്ക്ക് പ്രതീക്ഷിച്ച ലെവൽ റിപ്പോർട്ട് ലഭിക്കുന്നില്ല, പ്രേക്ഷക പ്രതികരണം ലഭിക്കുന്നില്ല. ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് നോക്കിയാലും സിനിമയുടെ ബുക്കിംഗ് കാര്യമായിട്ട് കയറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കള്ളൻ ഉണ്ടാക്കുന്ന പേടി എന്ന വാക്ക് ഞാൻ യൂസ് ചെയ്യാൻ കാരണം വലതുവശത്തെ കള്ളനെ കുറിച്ച് പറയാനല്ല ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ശ്രമിക്കുന്നത്. ജിത്തു ജോസഫിന്റെ ദൃശ്യം 3 എന്ന ഈ വർഷത്തിൽ ഇറങ്ങാനിരിക്കുന്ന അതിഭീകര പ്രൊജക്ട്, മലയാളത്തിൽ ഇത്രയ്ക്കും ഹൈപ്പുള്ള, മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാനാണ്. ആദ്യം ദൃശ്യം എന്ന സിനിമയെ കുറിച്ച് പറയാം. ദൃശ്യം എന്ന സിനിമ ഒരു വേൾഡ് വൈഡ് ഒരു കൊമേഴ്സ്യൽ സക്സസ് ആയി അല്ലെങ്കിൽ ഒരു വൻ ചിത്രമായി മാറാനുള്ള പ്രധാന കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ആ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ, ആ സിനിമ ലോകത്തുള്ള ആ സിനിമ കാണുന്ന ഒരു വ്യക്തിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമാക്സ്. ആ ക്ലൈമാക്സ് നൽകുന്ന കിക്കിൻ്റെ പുറമെ ആ സിനിമയുടെ ആ ഒരു ടെയിൽ എൻഡായിട്ട് ആ മോഹൻലാൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനിൽ ആ ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ഒരു ആൾ പോലും ആ സിനിമ കണ്ട ഒരാൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനൊരു കാര്യം. അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ ജിത്തു ജോസഫിന് സാധിച്ചു. അതുവരെ ആ സിനിമ വളരെ എൻഗേജിങ് ആയി കൊണ്ടുപോയി. എല്ലാ കാര്യങ്ങളും വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ ലോജിക്കലായ ഒരു സിനിമയാണ് ആ ദൃശ്യത്തിലൂടെ അതുവരെ കണ്ട എല്ലാ ക്രൈം ത്രില്ലറുകളെക്കാളും ഇരട്ടി സസ്പെൻസോടെ ഇരട്ടി ത്രില്ലാണ് ആ സിനിമ നമുക്ക് നൽകിയത്. ദൃശ്യം 2 കടന്നാലോ ഈ കേസ് വീണ്ടും എങ്ങനെയാണ് കുത്തിപ്പോകുന്നത് എന്ന സംശയം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അത് കണ്ടുപിടിക്കുമ്പോൾ ആ സിറ്റുവേഷനെ എങ്ങനെ ജോർജ് കുട്ടിക്ക് പിന്നെ ഓവർകം ചെയ്യാൻ പറ്റും, അതുപോലും വളരെ പ്ലാൻഡ് ആയിട്ടും ഒരാളും ചിന്തിക്കാത്ത വിധത്തിൽ, അതായത് പ്രെഡിക്റ്റബിൾ എന്നുള്ള വാക്ക് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആണ് ദൃശ്യം 2 ചെയ്തത്. അതായിരുന്നു അത് ഒരു തിയേറ്റർ റിലീസാണെങ്കിൽ സക്സസ് ആയി മാറിയാണ്. അത്തരം ഒരു സിനിമയായിരുന്നു ദൃശ്യം 2. ദൃശ്യം 3 വരുമ്പോൾ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ മറ്റു പലതാണ്. ദൃശ്യം 3 റിലീസ് ചെയ്യുന്നതിനൊക്കെ മുൻപായിട്ട് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 2 സിനിമകളാണ് ഇറങ്ങിയത്. മിറാഷ് ആണെങ്കിലും വലതുവശത്ത് കള്ളനായാലും. ഈ 2 സിനിമയും ഒരു തിയേറ്റർ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ്. എന്ത് പറ്റിയത് ജിത്തു ജോസഫിന്? ജിത്തു ജോസഫിന്റെ തിരക്കഥയല്ല ഈ 2 സിനിമകളിൽ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് മാറ്റി നിർത്താനുള്ളൂ. പക്ഷേ പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ദൃശ്യം 1ലും 2ലും കണ്ട പോലെ ഒരു വ്യത്യസ്തമായൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ജിത്തു ജോസഫിന് സാധിക്കുന്നില്ല. അതിനൊപ്പം തന്നെ ടെക്നിക്കൽ സൈഡ് വളരെ മോശമായിട്ടാണ് നമ്മൾ എല്ലാ സിനിമകളും കാണുന്നത്. അത് നമ്മൾ ദൃശ്യത്തിൽ നോക്കിയാലും നമുക്ക് കൂടാതെ നോക്കാം. ദൃശ്യത്തിലാണെങ്കിലും ദൃശ്യം 2ലാണെങ്കിലും ടെക്നിക്കൽ സൈഡ് വളരെ മോശമാണ്. ഇപ്പോഴത്തെ പുതിയ സിനിമകളൊക്കെ വളരെ ടെക്നിക്കലി ടോപ്പ് എൻഡിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു തിയേറ്റർ റിലീസായി വരുന്ന സിനിമയ്ക്ക് നമ്മൾ ടെക്നിക്കലി മികച്ചതാണെങ്കിലേ സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിൽ കയറുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു പടത്തിന് വിജയിക്കാൻ സാധിക്കുള്ളൂ. അത് എപ്പോഴും വളരെ മോശമായിട്ടാണ് നമ്മൾ ജിത്തു ജോസഫിൻ്റെ കഴിഞ്ഞ പടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ മെയിൻ ആക്ടേഴ്സ് വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമ്പോൾ കൂടെയുള്ള ഒരു പെർഫോമൻസിൽ താഴെ പോകുന്നു എന്നുള്ളൊരു പ്രശ്നവും ജിത്തു ജോസഫിൻ്റെ സിനിമകളിൽ നമ്മളിപ്പോൾ ശീലിക്കുന്നുണ്ട്. കാരണം സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ കാസ്റ്റിംഗ് ജിത്തു ജോസഫിൻ്റെ സിനിമകളിൽ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ വലതുവശത്ത് കള്ളന് പലരും പറയുന്നുണ്ട് ആ കാര്യം. സപ്പോർട്ടിംഗ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് മോശമാവുന്നത് അത് വളരെയധികം സിനിമയെ എഫക്ട് ചെയ്യും. ദൃശ്യം 3 ജിത്തു ജോസഫിന്റെ ടീമെല്ലാം പഴയ ടീം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ടെക്നിക്കൽ സൈഡായാലും ദൃശ്യം പോലെയുള്ള സിനിമകളിൽ പാട്ടിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പാട്ടുകളൊന്നും അത്ര മികച്ച രീതിയിലല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3ലും നമ്മൾ അത്തരം കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് നമുക്കറിയില്ല. പക്ഷേ ദൃശ്യം 1ലായാലും 2ലായാലും അതിന്റെ തിരക്കഥ, അതിന്റെ ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ആ ഒരു സ്വഭാവം, അതൊക്കെയാണ് ആ സിനിമയെ വേറിട്ടതാക്കിയത്. പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു, ഒട്ടും തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിനിമയായിരുന്നു ദൃശ്യം 1ഉം 2ഉം. അതാണ് ആ സിനിമയുടെ സക്സസിന്റെ കാരണം. ദൃശ്യം 3ലേക്ക് നമ്മൾ എത്തുമ്പോൾ അത്തരം ഒരു തിരക്കഥയും അത്തരം ഒരു ഹെവി സാധനം ഇല്ലെങ്കിൽ ആ പടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആവുമെന്നാണ് എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കധികം എക്സ്പെക്റ്റേഷനാണ് ആ സിനിമയെ പറ്റി മലയാളികൾക്കുള്ളത്, ലോകമെമ്പാടുമുള്ളത്. കാരണം അതിൻ്റെ ദൃശ്യത്തിൻ്റെ ഹിന്ദി പതിപ്പ് ഇതിന് ശേഷം ഇറങ്ങാനിരിക്കുന്നു. ഹിന്ദി പതിപ്പിൻ്റെ ആൾക്കാർ ആ സിനിമയുടെ ഓൾറെഡി റൈറ്റ്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞു. പടത്തിനെ പറ്റി വരുന്ന റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ആ പടം ഹെവി ആയിരിക്കും. ക്ലാസിക് ക്രിമിനലിൻ്റെ 3ാമത്തെ വരവ് വളരെ ഭീകരമായിരിക്കുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മിറാഷിനുണ്ടായ പോലെയും വലതുവശത്ത് കള്ളലിനുണ്ടായ പോലെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ദൃശ്യം 3 എന്നത് മലയാളത്തിൻ്റെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ആവേണ്ട സിനിമയാണെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്രയും നല്ല മികച്ച ദൃശ്യാനുഭവമായിരുന്നു ദൃശ്യം 1ലായാലും 2ലായാലും നമുക്ക് ലഭിച്ചത്. അതിന് മേലെ നിൽക്കുന്ന ഒരു സാധനം ജിത്തു ജോസഫിന് കൊണ്ടുവരാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിലും നല്ല ക്രിമിനൽ വേറെ മൈൻഡുള്ള ഒരാൾ വേറെ മലയാളം ഇൻഡസ്ട്രിയിലുണ്ടോയെന്ന് പോലും നമുക്ക് സംശയമാണ്. അത്രയ്ക്കും ഒരു മനുഷ്യനും ചിന്തിക്കാത്ത രീതിയിൽ എന്നാൽ ആ രീതിയിൽ പോകാമെന്ന് എല്ലാ മനുഷ്യനും മനസ്സിലാക്കുന്ന വിധത്തിലാണ് ദൃശ്യം എന്ന 1ഉം 2ഉം സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ദൃശ്യം 3 ഒരു വൻ സക്സസ് ആയി മാറട്ടെ. പക്ഷേ ജിത്തു ജോസഫ് ചില കാര്യങ്ങൾ തിരുത്തൽ വരുത്താനുണ്ട്. ആ കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തിയിട്ടായിരിക്കണം ദൃശ്യം 3 ഇറങ്ങേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ നമുക്ക്
ദൃശ്യം 3യുടെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം.